ബിജെപിയിൽ ചേർന്ന ദേശീയ നേതൃത്വവുമായി വിയോജിപ്പ് രേഖപ്പെടുത്തി ജനതാദൾ എസ് നേതാക്കൾ സംസ്ഥാനത്ത് പുതിയ പാർട്ടി രൂപീകരിച്ചു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിലാണ് പാർട്ടി പ്രവർത്തിക്കുക. നവംബർ 2-ന് എറണാകുളത്ത് പാർട്ടിയുടെ പ്രഖ്യാപനം നടക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുമുന്നണി നേരിട്ട വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു ജനതാദളിന്റെ രാഷ്ട്രീയ നിലപാട്. കേന്ദ്രത്തിലും കർണാടകത്തിലും സംഘപരിവാറിനൊപ്പം, കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഘടകകക്ഷി. ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന് പലതവണ പരസ്യമായി പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 2 MLA-മാർ LDF-ലുണ്ട്. മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും. കൂറുമാറ്റ നിരോധന നിയമം പേടിച്ചാണ് ഇതുവരെ പുതിയ പാർട്ടി രൂപീകരിക്കാതിരുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിൽ പുതിയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ചക്രത്തിനുള്ളിൽ ഒരു ഇല ചിഹ്നമായി ലഭിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചു. മുകളിൽ പച്ചയും താഴെ വെള്ളയുമാകും പുതിയ പാർട്ടിയുടെ പതാകയുടെ നിറം. പാർട്ടിയുടെ 2 MLA-മാരും നിലവിൽ ഭാരവാഹിത്വത്തിലേക്ക് വരില്ല. ഈ നിയമസഭയുടെ കാലയളവ് കഴിഞ്ഞ ശേഷം മാത്യു ടി തോമസ് അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാനാണ് ആലോചന. മീഡിയ 1, തിരുവനന്തപുരം.